അങ്ങനത്തെ വിഷയം ട്രാഫിക് ജാം. ദുബൈയിലെ ഏറ്റവും ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ബുദ്ധിമുട്ടുന്നുണ്ട് ട്രാഫിക് ജാം. 2000 ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആദ്യമായി UAE കാണാമെന്നൊരു സമയമുണ്ട്. എല്ലാവർക്കും ജോലി അന്വേഷണമായിട്ടാണ്. പക്ഷെ ഇതൊന്നുമല്ല. 2000 ഞാൻ വന്നത് വെറും UAE കാണാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഞാൻ ഷാദ വഴി പോകുമ്പോൾ എനിക്ക് എപ്പോഴും കേൾക്കാവുന്ന ഒരു പേര് നാഷണൽ പേസ് ആണ്. കഴിഞ്ഞ വർഷം, അതായത് 2024 വരെ ഞാൻ ആ പേര് കേട്ടുകൊണ്ടേയിരുന്നു. അതായത് പിന്നിലേക്ക് പോയി നോക്കുക, 24 വർഷം നാഷണൽ പെയിൻസിന്റെ അവിടെ ട്രാഫിക് ജാമും ഇതും ഉണ്ടായെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ നഗരം എന്നത്. ബിൽഡിങ്ങിന്റെ മേലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ എന്ന് പറയുന്നത് പാലത്തിന്റെ മേലെ. ആ പാലമാണെങ്കിലോ ബിൽഡിങ്ങിന്റെ കെട്ടിടത്തിന്റെ മേലെയാണ് നിൽക്കുന്നത്. പറഞ്ഞു വരുന്നത് ഈ ട്രാഫിക് ജാം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളിലേക്ക് വരുന്ന ഒരു വ്യാധിയാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. അതിനെ എങ്ങനെ നാം നോക്കിക്കാണുന്നു എന്നുള്ളതിലാണ് മാറ്റം വരുന്നത്. ഞാൻ ഇതം പദമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഓരോ മനുഷ്യനും ഇവിടുന്ന് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കാറിൽ നിന്നുകൊണ്ടാണ്, ഈ ട്രാഫിക് ജാമിൽ. അതിനെ എങ്ങനെ ക്രിയാത്മകമാക്കി മാറ്റാം എന്നൊരു ചിന്തയാണ് എനിക്ക് പോകുന്നത്. കാരണം ഞാൻ പോലും അറിയാത്ത കാലത്ത് ഉണ്ടാക്കി വെച്ച ഒരു ട്രാഫിക് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിന് സിംഗപ്പൂർ എന്ന നഗരം എടുത്താൽ മതി. ഇതിനേക്കാൾ ഒരുപാട് വാഹനങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് പോലും അവിടെ ഈ ട്രാഫിക് ജാം അനുഭവപ്പെടുന്നില്ല. ഇവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മളെല്ലാവരും ചിരിച്ചു. ആ ചിരി നിങ്ങളിലേക്കാണ്. ഞാൻ വരുന്ന സമയത്ത് എൻ്റെ പിതാവിന് ലൈസൻസ് ഇല്ല, കാറുമില്ല. ഇന്ന് എനിക്കും കാറുണ്ട്, മകനും കാറുണ്ട്. ഒരു വീട്ടിൽ വ്യക്തികൾക്ക് അനുസരിച്ച് കാറുണ്ട്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, തിരിച്ചവതാനിക്കുക.